Market Plus, sponsored by DBFS, Associate of Doha Bank. ഗുഡ് മോർണിംഗ്. മാർക്കറ്റ് പ്ലസിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഡിസംബർ 1-ാം തീയതി ഈ 2025 അവസാനത്തെ ഒരു മാസത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ഓൾമോസ്റ്റ് എൻ്റെ ഒരു എൻഡായിരിക്കുന്നു. എൻ്റെ കൂടൊപ്പം ഇന്ന് ജോയിൻ ചെയ്യുന്നത് ഞങ്ങളുടെ റിസർച്ച് ഡെസ്കിൻ്റെ ഭാഗമായിട്ടുള്ള മുഹമ്മദ് സഫാനാണ്. സഫാൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. യെസ് സഫാൻ, ഏതായാലും നമ്മളങ്ങനെ നീണ്ട 2025 വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തിരിക്കുകയാണ്. നമ്മളതിൻ്റെ ഒരു എൻഡിലേക്ക് എത്തുന്നു. ഇനി ഒരു മാസം മാത്രമാണ് 2025 ബാക്കി നിൽക്കുന്നത്. ഈ ഒരു വീക്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു വർഷത്തിൽ ഇപ്പോൾ, അതായത് കഴിഞ്ഞ 2027 സെപ്റ്റംബർ മാസത്തിലായിരുന്നു നമുക്കൊരു 2027 സെപ്റ്റംബർ മാസത്തിലായിരുന്നു നമുക്കൊരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തത്. അതിനുശേഷം നീണ്ട 14 മാസങ്ങൾ നിക്ഷേപകരും FISും ഒക്കെ വെയിറ്റ് ചെയ്തിരുന്നു വീണ്ടും ആ ഒരു ലെവൽ ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട്. വളരെ ഹെൽത്തി ആയിട്ടൊരു കറക്ഷൻ മറ്റ് ഏഷ്യൻ മാർക്കറ്റിനെ അപേക്ഷിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു കാലയളവെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു എന്താ പറയുന്ന ഒരു അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു സെക്ടറായിട്ടായിരുന്നു, അല്ലെങ്കിൽ അണ്ടർ പെർഫോമിംഗ് ആയിട്ടൊരു ഇക്കോണമി ആയിട്ടായിരുന്നു അനലിസ്റ്റുകൾ കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. പല മോർഗൻ സ്റ്റാൻലി അടക്കം പല ബ്രോക്കറേജുകളിലും ഇന്ത്യനെ ഡീറേറ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ റീസെൻ്റായിട്ട് പരിശോധിക്കുമ്പോഴേക്കും, കാരണം ഇത് നമ്മളൊരല്പം കൂടി നേരത്തെ പ്രതീക്ഷിച്ചതായിരുന്നു, കാരണം GSTയുടെ ഒരു പരിഷ്കാരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഉത്സവ സീസൺ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് ഒക്ടോബറിൽ ഒരുപക്ഷെ നമ്മളൊരു ഓൾ ടൈം ഹൈ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ നവംബറിൻ്റെ ഒരു തുടക്കത്തിൽ ഒരു ഓൾ ടൈം ഹൈ പ്രതീക്ഷിച്ചു. പക്ഷേ ആ പ്രതീക്ഷയിലൊക്കെ മറികടന്നുകൊണ്ട് നവംബർ എൻഡോട് കൂടിയാണ് നമുക്ക് കിട്ടിയത്. ആ ഒരു ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നിപ്പോൾ പരിശോധിക്കുമ്പോഴേക്കും ഇന്നും നമുക്ക് അനുകൂലം, അതായത് പൊതുവേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഡൊമസ്റ്റിക് ക്യൂസ് ആണ് ഇന്ന് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ GDP കണക്കുകളാണ്. GDPയെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും സെക്കൻഡ് ക്വാർട്ടർ പൊതുവേ മ്യൂട്ടഡ് ആയിരിക്കുമെന്നൊരു എക്സ്പെക്റ്റേഷൻ ആയിരുന്നു എല്ലാവരും നൽകിയിട്ടുണ്ടായിരുന്നത്. 8% എന്നൊരു ലെവലിലേക്ക് പോകില്ല എന്നൊരു പ്രതീക്ഷയാണ്. പക്ഷേ ഇപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ വന്നൊരു ഡേറ്റ പരിശോധിക്കുമ്പോഴേക്കും ആ പ്രതീക്ഷകളൊക്കെ മറികടന്നുകൊണ്ട് 8% മുകളിലേക്കൊരു GDP വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ആദ്യത്തെ 2026 സാമ്പത്തിക വർഷത്തിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് പരിശോധിക്കുമ്പോഴേക്കും ഇന്ത്യൻ ഇക്കോണമിയുടെ ഒരു ആവറേജ് ഗ്രോത്ത് എന്ന് പറയുന്നത് 8% എത്തിയിരിക്കുകയാണ്. ഇത് വന്നിരിക്കുന്നൊരു സമയമെന്ന് പറയുന്നത് ഈ ഒരു വർഷത്തിലെ അവസാനത്തെ RBIയുടെ MPC യോഗം നടക്കാനിരിക്കുകയാണ്. അതായത് തീർച്ചയായിട്ടും ഈ വെള്ളിയാഴ്ചയാണ് തീരുമാനങ്ങൾ അറിയുന്നത്. ഒരു പക്ഷേ വളരെ ഇപ്പോൾ എനിക്കൊന്ന് RBI വളരെ ഒരു ട്രാപ്ഡ് ആയിട്ടൊരു സിറ്റുവേഷനാണ്. കാരണം ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്തിട്ടുണ്ട്, ഗ്രോത്ത് എന്ന് പറയുന്ന എക്സ്പെക്റ്റേഷന് മുകളിലേക്ക് ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മാർക്കറ്റ് ഡിമാൻഡ് ചെയ്യുന്നത് 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ കട്ടാണ്. പക്ഷേ ഈ ഹൈ റേറ്റ് നിലനിൽക്കുമ്പോൾ പോലും ഇതെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് ഇന്ത്യൻ ഇക്കോണമിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ബ്രീത്തിങ് സ്പേസ് എടുക്കുമോ അതോ വീണ്ടും ആ ഒരു മാർക്കറ്റിനെ അനുകൂലിച്ചുകൊണ്ട് ഒരു 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ കട്ടുണ്ടാകും എന്നുള്ളതാണ് ഈ ഒരു വീക്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇനി അതിനോടൊപ്പം തന്നെ അടുത്ത ആഴ്ച, ഈ ഒരു മാസത്തിൽ ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ഡിസംബർ 10 ആകുമ്പോഴത്തേനും FOMC യോഗ തീരുമാനങ്ങളും ഒക്കെ വരുന്നുണ്ട്. ചുരുക്കത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ക്യൂസാണ് നമുക്ക് ഡൊമസ്റ്റിക്കലി ലഭിക്കുന്നത്. അതിനോടൊപ്പം തന്നെ US സംബന്ധിച്ചും FOMC യോഗത്തിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ വളരെയധികം ശക്തിയാർജിച്ചിരിക്കുന്നൊരു സമയമാണ്. നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിംഗ് തന്നെ ഒന്ന് പരിശോധിക്കാം. Nifty 50 സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഒരു ഹെൽത്തി ആയിട്ടുള്ള, അതായത് ബ്രേക്ക് ചെയ്ത് മുന്നോട്ടേക്ക് പോകാതെ ഒരു ഹെൽത്തി ആയിട്ടൊരു കറക്ഷനിലേക്കാണ് നീങ്ങിയിരിക്കുന്നത്. 26,202.95 എന്ന നിലയിൽ വളരെ ഫ്ലാറ്റ് ഒരു ടോണിലാണ്. ഇപ്പോൾ അനലിസ്റ്റുകളുടെ അഭിപ്രായം പരിശോധിക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും, അതായത് ഒരു പുൾ ബാക്കിന് ശേഷമേ ഒരു പക്ഷേ ഇനിയൊരു റാലിയിലേക്ക് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സോ അനലിസ്റ്റുകളുടെ മറ്റ് എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയാണ് സഫൻ നമ്മുടെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിട്ട്? നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ന്യൂ ഹൈ രേഖപ്പെടുത്തുന്ന നിഫ്റ്റിയാണ് കണ്ടിന്യൂസ് കാണാൻ സാധിക്കുന്നത്. ഓവറോൾ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഒരു ഫേവർ സിറ്റുവേഷൻ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം റീസെൻ്റ്ലി ഒരു എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റ് ക്യാൻഡിൽ ഫോം ചെയ്തത് 28 നവംബറിലായിരുന്നു. 26 നവംബറിലായിരുന്നു. അതിനെ തുടർന്ന് ഹയർ ലെവലിൽ ഹഡിലായി റീസെൻറ്റ് ഹൈ ഹാക്ക് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട് 26,310 എന്ന ലെവൽ. എന്നിരുന്നാൽ പോലും ഒരു ഫ്ലാറ്റ് മൂവ്മെൻറ്റിലാണ് കറൻ്റ് ട്രേഡ് ചെയ്യുന്നത്. അത് അനിൽ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഒരു പുൾ ബാക്കിനുള്ള ഒരു പോസിബിലിറ്റീസാണ്. അത് ആ ഒരു ഹഡിൽ വീണ്ടും മറികടക്കുമ്പോൾ റീസെൻറ്റ് ഹൈ ആയ 26,310 എന്ന ലെവൽ വീണ്ടും മറികടക്കുമ്പോൾ വീണ്ടും ഒരു അപ്സൈഡ് റാലി, അങ്ങനെ ഷോർട്ട് ടു മീഡിയം ടേം ഒരു കൺഫേം അപ് ട്രെൻഡിൽ നിഫ്റ്റി ട്രേഡ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. നിയറസ്റ്റ് ഡിമാൻഡ് സോണായി 25,861, 25,757 ഈ ഒരു റേഞ്ച് ഒരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്.
അതിനോടൊപ്പം തന്നെ നമുക്ക് ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം വന്ന GDP ഡേറ്റ അനലൈസ് ചെയ്യുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ നിക്ഷേപകരും അല്ലെങ്കിൽ അനലിസ്റ്റുകളും ഒക്കെ വാച്ച് ചെയ്ത ഒരു 2 കണ്ടന്റ് എന്ന് പറയുന്നത് കൺസംഷൻ സൈഡിലും ഇൻവെസ്റ്റ്മെൻറ്റ് സൈഡിലും ഒരുപോലെ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. 7% മുകളിലായിട്ട് ഈ 2 കമ്പോണൻസിലും ഗ്രോത്ത് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതിലെടുത്ത് പറയുന്ന ഒരു കൺസേൺ എന്ന് പറയുന്നത് നോമിനൽ GDPയിൽ വലിയ തോതിലൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ റിയൽ GDP ടേംസിൽ വരുമ്പോഴേക്കും ഒരു പക്ഷേ സ്ഥിതി ഒരല്പം സമ്മർദ്ദത്തിലേക്കായേക്കാം എന്നുള്ള അല്ലെങ്കിൽ ഒരു പക്ഷേ വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലൊരു മൂവ്മെൻറ്റ് ആയിരിക്കില്ല ഈ ഒരു വളർച്ച എന്നാണ് ഇപ്പോൾ പല അനലിസ്റ്റുകളും വിലയിരുത്തിയിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ നമ്മൾ എടുത്തു പറയുന്നത് ഈ ഒരു സെഗ്മെന്റ് അല്ലെങ്കിൽ ഇന്ന് ഈ ഒരു GDP ഗ്രോത്തിനെ നയിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും BFS അതായത് ബാങ്കിങ് ഉൾപ്പെടുന്ന സെക്ടറാണ്. നമ്മുടെ നിഫ്റ്റിയുടെ റാലി പരിശോധിക്കുകയാണെങ്കിലും ബാങ്കിങ് സെക്ടർ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ റാലിയിൽ സപ്പോർട്ട് നടത്തിയിരിക്കുന്നത്. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് തന്നെ വരാം. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞ ദിവസം 59,752.7 എന്നൊരു നിലയിലാണ് ഒരു ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. ഒരു ഫ്ലാറ്റ് സ്റ്റോണിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു റെക്കോർഡ് ഹൈയിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഹൈ ലെവലിൽ വളരെ ഹെൽത്തി ആയിട്ടൊരു കറക്ഷൻ ബാങ്ക് നിഫ്റ്റി നേരിട്ടുണ്ട്. സോ ബാങ്ക് നിഫ്റ്റിയിലുള്ള അനലിസ്റ്റുകളുടെ ഒരു ടേക്ക് എന്താണ്? നിഫ്റ്റിയെ കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി തന്നെയാണ് ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിൽ എന്ന് പറയാൻ സാധിക്കും. നമുക്കറിയാം റീസെൻ്റ്ലി നമ്മൾ മുൻ മാർക്കറ്റ് സ്ക്രീനർ സെഷനിലെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു 7th നവംബറിലാണ് ഒരു പ്രോപ്പർ റീറ്റസ്റ്റ് സ്കാനിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഫോം ചെയ്തത്. ഇമ്പോർട്ട് ലെവലായ 57,397 എന്ന ആ ഒരു ലെവൽ, ആ ലെവലിൽ നിന്നാണ് ഒരു സ്ട്രോങ് റീറ്റസ്റ്റ് സ്കാനിൽ ഫോം ചെയ്തത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് സബ്സെ റാലിയാണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കറൻ്റ്ലി ബാങ്ക് നിഫ്റ്റി ഒരു എക്സ്പ്ലോസീവ് റാലി സ്റ്റേറ്റിലാണെന്ന് പറയാൻ സാധിക്കും. കൂടാതെ ഒട്ടുമിക്ക ബാങ്കിങ് സ്റ്റോക്സിലെല്ലാം നമുക്ക് ആ ഒരു മൊമെൻറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. പ്രോപ്പർ വോളിയം ബിൽഡപ്പ് ക്യാൻഡിൽസ് ആണ് ഫോം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാങ്ക് നിഫ്റ്റി ഈ റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും 58,642 എന്നത് നിയർ ടേം സപ്പോർട്ടായി ബാങ്ക് നിഫ്റ്റിയിൽ ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് എടുത്തു പറയുന്നത് PSU ബാങ്ക് ഇൻഡെക്സിൻ്റെ ഒരു ഔട്ട് പെർഫോമൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു ബാങ്ക് നിഫ്റ്റിയിൽ റാലി വരുന്നതിന് മുമ്പ് തന്നെ PSU ബാങ്ക് ഇൻഡെക്സിൽ നമുക്കൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചു. ഓൾമോസ്റ്റ് ഒരു ഓഗസ്റ്റിൻ്റെ ലാസ്റ്റ് വീക്കോട് കൂടി തന്നെ നമുക്കൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ വളരെ ശക്തമായിട്ടൊരു റാലി നടന്നപ്പോൾ പോലും പല PSU ബാങ്ക് ഓഹരികളും ഈ ഒരു റാലിയിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കുന്ന അല്ലെങ്കിൽ അവരുടെ അതിനകത്ത് ആ ഓഹരികളിലൊക്കെ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. സോ PSU ബാങ്ക് ഇൻഡെക്സിലേക്ക് വരുമ്പോൾ ഫ്രൈഡേ വളരെ ഫ്ലാറ്റ് ആ ഒരു ടോണിലാണ് PSU ബാങ്ക് ഇൻഡെക്സും ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഏകദേശം കഴിഞ്ഞ ഒരു 3 ട്രേഡിംഗ് സെഷൻ പരിശോധിക്കുമ്പോഴേക്കും വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സൈഡ് വൈസ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് കാണുന്നത്. സോ PSU ബാങ്ക് ഇൻഡെക്സിലുള്ള അനലിസ്റ്റുകളുടെ ഒരു വിലയിരുത്തൽ എന്താണ് സ്റ്റെഫാൻ? ടെക്നിക്കലി സ്ട്രോങ് സ്റ്റേറ്റിലാണ് ഈ ഒരു മേഖല ട്രേഡ് ചെയ്യുന്നത്. ഒരു 29th സെപ്റ്റംബറിലാണ് 7,246 എന്ന ഹൈ ഡിമാൻഡ് സോണിൽ ഒരു റീറ്റസ്റ്റ് സ്കാനിൽ ഫോം ചെയ്തത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് സബ്സെ റാലി ആയിരുന്നു ഈ ഒരു മേഖലയിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. കാരണം ഹയർ ലെവലിൽ ഹെൽത്തി ആയ ഒരു കറക്ഷൻ അല്ലെങ്കിൽ ഹെൽത്തി ആയ ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ ആണ് കറൻ്റ്ലി കാണാൻ സാധിക്കുന്നത്. എന്നിരുന്നാൽ പോലും 8,195 എന്ന ലെവലിൽ നിന്നും ആ ലെവൽ ഒരു സ്ട്രോങ് ഡിമാൻഡ് സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഇവിടെ നമുക്കറിയാം ഒട്ടുമിക്ക PSU ബാങ്ക് ഓഹരികളിലെല്ലാം ആ ഒരു മൊമെൻറ്റ് റീസെൻ്റ്ലി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഒട്ടുമിക്ക സ്റ്റോക്സിലും എല്ലാം ഒരു വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു സെക്ടറിലെ ഇന്ത്യൻ ബാങ്കിൻ്റെ ഓഹരികൾ കൂടി ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആ ഒരു ഓഹരി സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഫ്രൈഡേ ഓൾമോസ്റ്റ് ഒരു 0.5% ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓഹരിയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ഒക്കെ കണക്കുകൾ പരിശോധിക്കുമ്പോഴേക്കും വളരെ ശക്തമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ, അതായത് ആ ഒരു ഓൾ ടൈം ഹൈനേക്കാളും ഉപരി ആ ഒരു ഹൈ ലെവൽസിൽ നിന്നുകൊണ്ട് തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ ഒരു ക്ലോസിംഗ് പരിശോധിക്കുമ്പോഴേക്കും ആ ഒരു തേഴ്സ്ഡേയിലത്തെ പ്രോഫിറ്റ് ടേക്കിങ്ങിൻ്റെ ലോ ലെവലിൽ നിന്നുകൊണ്ടാണ് ഓൾമോസ്റ്റ് ഒരു ക്ലോസിംഗും നടത്തിയിരിക്കുന്നത്. സോ ഇന്ത്യൻ ബാങ്ക് ഓഹരികളുള്ള അനലിസ്റ്റുകളുടെ ഒരു ടേക്ക് എന്താണ്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലേ PSU ബാങ്കിൻ ഓഹരികളിൽ വിന്നിംഗ് സ്റ്റോക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സ്റ്റോക്സ് എന്ന് അതിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഇന്ത്യൻ ബാങ്ക്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം PSU ബാങ്കിൽ പ്രോപ്പർ റീറ്റസ്റ്റ് സ്കാനിൽ ഫോം ചെയ്ത മന്തിൽ തന്നെ ഇതിലും ഒരു സ്ട്രോങ് ഡിമാൻഡ് ക്യാനിലാണ് ഫോം ചെയ്തത്. അതായത് സ്ട്രോങ് പോക്കറ്റ് പിവറ്റ് വോളിയം ആക്ഷനാണ് ഈ ഒരു സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. റീറ്റസ്റ്റ് സ്കാനിൽ ഫോം ചെയ്ത 29th ഓഗസ്റ്റിൽ നിന്ന് ഈ ഒരു സ്റ്റോക്ക് 30% റിട്ടേൺ ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കറൻ്റ്ലി ഹയർ ലെവലിൽ ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ ആണ്. എന്നിരുന്നാൽ പോലും റിസ്ക് റിവാർഡ് റേഷ്യോ നോക്കുമ്പോൾ കറന്റ് ലെവലിൽ എൻട്രി പ്രിഫറബിൾ അല്ല. സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നവർക്ക് ഒരു ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് സ്ട്രാറ്റജി ഉൾപ്പെടുത്താം എന്നതാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. റീസെന്റ് സപ്പോർട്ടായി 851 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നതാണ്.
അടുത്തായിട്ട് നമുക്ക് മറ്റൊരു PSU ബാങ്ക് ഓഹരിയിലേക്ക് വരുമ്പോൾ കനറ ബാങ്കാണ്. കനറ ബാങ്കിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്ക് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേഷൻ പ്രകാരം, അതായത് ബാങ്കിങ് മേഖലയിൽ ഒരു അമാൽഗമേഷൻ നടക്കാൻ പോവുകയാണ്. ഇനി മൂന്ന് പൊതുമേഖല അല്ലെങ്കിൽ 4 പൊതുമേഖലാ ബാങ്കുകൾ മാത്രമായിരിക്കും അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പാരന്റ് കമ്പനിയായിട്ട് മാറുന്ന കനറ ബാങ്കാണ്. കനറ ബാങ്കിലേക്ക് വരുമ്പോഴേക്കും വളരെ ഫ്ലാറ്റ് ലോ ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ലെവലിന് വളരെ അടുത്ത് വരെ രജിസ്റ്റർ ചെയ്യാനായിട്ടും വെള്ളിയാഴ്ചത്തെ ഒരു ട്രേഡിംഗ് സെഷനിൽ കനറ ബാങ്കിൻ്റെ ഓഹരികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ചാർട്ട് പരിശോധിക്കുകയാണെങ്കിലും എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിന് ശേഷം PSU ബാങ്ക് ഇൻഡെക്സിനോടൊപ്പം തന്നെ അതുപോലെ തന്നെ റാലി ചെയ്തൊരു ഓഹരി കൂടിയാണ് കനറ ബാങ്ക്. വലിയ തോതിലുള്ള പ്രോഫിറ്റ് ടേക്കിംഗ് ഒന്നും തന്നെ നടന്നിട്ടില്ല. ചില പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിൽ കൺസോൾട്ടേഷൻ മാറ്റി നിർത്തി കഴിഞ്ഞാൽ വലിയ തോതിൽ മുന്നേറ്റം നടത്തിയ ഓഹരി കൂടിയാണിത്. സോ കനറ ബാങ്ക് ഓഹരികളിലുള്ള അനലിസ്റ്റുകളുടെ ഒരു വിലയിരുത്തൽ എന്താണ്? സ്റ്റഡി പർപ്പസിനായി ഈ ഒരു സ്റ്റോക്കിനെ ചാർട്ട് അനലൈസ് ചെയ്യുകയാണെങ്കിൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടാതെ 19th സെപ്റ്റംബറിൽ ഒരു പ്രോപ്പർ മൊമെൻറ്റം ക്യാൻഡിൽ ഫോം ചെയ്ത് വിത്ത് ഹൈ വോളിയം, അതിനുശേഷം 117 എന്ന ആ ഒരു സോണ് ഒരു ഹൈ ഡിമാൻഡ് സോണായി ആക്ട് ചെയ്തതിന് ശേഷമാണ് ഒരു കണ്ടിന്യൂസ് സബ്സെ റാലി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. കറൻലി ഒരു സ്റ്റോക്കിൽ ഹയർ ലെവലിൽ സ്മോൾ ബേസ് ഫോർമേഷൻ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പോലും കറൻലി ഒരു വോളിയം ബിൽഡപ്പ് ക്യാൻഡിലാണ് മിസ്സിംഗ് ആയിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ അങ്ങനെ ഒരു വോളിയം ആക്ഷൻ വരികയാണെങ്കിൽ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. സപ്പോർട്ടായി 143 എന്ന ലെവൽ കൺസിഡർ ചെയ്യാമെന്നതാണ് എക്സ്പേർട്ട് ഒപ്പീനിയൻ. അടുത്തായിട്ട് നിഫ്റ്റിയുടെ ഡിഫൻസ് ഇൻഡെക്സിലേക്കാണ് വരുന്നത്. ഡിഫൻസിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഇനിയിപ്പോൾ, അതായത് ഡിസംബറായി ഫെബ്രുവരി 1-ാം തീയതിയാണ് യൂണിയൻ ബജറ്റ് വരുന്നത്. ഏറ്റവും കൂടുതൽ ആളുകളുടെ ഫോക്കസിലേക്ക് എത്തുന്നത് പ്രധാനമായിട്ടും പൊതുമേഖലയിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്പനികൾ തന്നെയാണ്. കാരണം അലോക്കേഷൻസ് എങ്ങനെ ഉണ്ടാകും, അതിനോടൊപ്പം തന്നെ ഡിഫൻസ് മേഖലയ്ക്ക് എത്രത്തോളം അലോക്കേഷൻ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരുടെ ഒരു കൺസേൺ ആയിട്ട് വരുമ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു ഇൻഡെക്സാണ് ഡിഫൻസ് എന്ന് പറയുന്നത്. ഡിഫൻസിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഈ ഒരു റാലിയിൽ, അതായത് മറ്റ് ഇൻഡെക്സുകളൊക്കെ ബാങ്ക്, ഫിനാൻഷ്യൽ സർവീസ് സൂചികയിലുമൊക്കെ വളരെ ശക്തമായിട്ടൊരു റാലി നേടുന്നു. നിഫ്റ്റി ഒരു ഓൾ ടൈം ഹൈയിലേക്ക് എത്തുന്നു. പക്ഷേ ഒരു കൺസോൾട്ടേറ്റഡ് ഫേസ് അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് നിഫ്റ്റിയുടെ ഒരു ഡിഫൻസ് ഇൻഡെക്സിൽ നമുക്ക് കാണുന്നത്. സോ ഡിഫൻസ് ഇൻഡെക്സിലുള്ള അനലിസ്റ്റുകളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ലോങ് ടേം ട്രെൻഡ് സ്റ്റിൽ ബിയറിഷ് ആണ്. കാരണം ഹയർ ലെവലിൽ ഡബിൾ ടോപ്പ് ബേസ്ഡ് സെൽ ഓഫ് ആണ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. എക്സാക്ട് ഡേ നോക്കുകയാണെങ്കിൽ 24th ജൂണിൽ ഡബിൾ ടോപ്പ് ബേസ്ഡ് സെൽ ഓഫ് നടന്നു. എന്നാൽ ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ ഫേസിലാണ് കറൻലി ട്രേഡ് ചെയ്യുന്നത്. അതായത് 8356 എന്നത് ഹയർ ലെവൽ ഒരു റിജക്ഷൻ സോണായി, അത് റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യുന്നുണ്ട്. 7838 എന്നത് ഒരു സ്ട്രോങ് ഡിമാൻഡ് സോണായി, ഒരു സപ്പോർട്ട് സോണായി ആക്ട് ചെയ്യുന്നുണ്ട്. 7th നവംബറിലെല്ലാം ടെക്നിക്കൽ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ ഫേസിലാണ്. 8356 എന്ന നിയർ ടേം ഹഡിൽ, അതായത് ആ ഒരു റെസിസ്റ്റൻസ് മറികടക്കാൻ സാധിച്ചാൽ 9195 എന്നത് ഷോർട്ട് ടേം ടാർഗറ്റായി എക്സ്പെക്ട് ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. അടുത്ത ഡിഫൻസിലെ ചില ഓഹരികളിലേക്ക് നമുക്കൊന്ന് പോകാം. അതിലാദ്യത്തേത് BML ആണ്. BMLനെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഏകദേശം ഒരു നവംബറിൻ്റെ ഫസ്റ്റ് വീക്ക് മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രശ്നമാണ് നേരിട്ടിരിക്കുന്നത്. ഏകദേശം 0.5% നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. 1828 രൂപ എന്ന നിലയിലാണ് ഒരു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഒരു കൺസോൾട്ടേഷന് ശേഷം, അതായത് എടുത്തു പറയുന്ന ദിവസമാണ് നവംബർ 6-ന് ശേഷമുള്ള ഒരു മാസീവ് സെല്ലിങ്ങിന് ശേഷം പിന്നീട് ഒരു 3-4 ട്രേഡിംഗ് സെഷൻസ് നമുക്കൊരു കൺസോൾട്ടേഷൻ ആയിരുന്നു കാണാൻ സാധിച്ചത്, അതിൻ്റെ ഒരു ലോ ലെവൽസിൽ. അതിനുശേഷം വീണ്ടും ഒരു ലോ ലെവലിലേക്ക് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പൊസിഷൻ തന്നെയാണ് നമുക്ക് BML ഓഹരികൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഓഹരികളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇപ്പോഴും അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്ന് വളരെ, അല്ലെങ്കിൽ ആ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് വളരെ അകലെയാണ് ഇപ്പോഴും BML ഓഹരികൾ നിലനിൽക്കുന്നത്. വലിയ തോതിലുള്ള ഒരു മുന്നേറ്റമോ അല്ലെങ്കിൽ ഒരു കാലത്ത് കഴിഞ്ഞൊരു ബഡ്ജറ്റിൻ്റെ സമയത്തൊക്കെ പരിശോധിക്കുമ്പോഴേക്കും വലിയ തോതിൽ റിട്ടേൺ നൽകുകയും ഒരുപാട് നിക്ഷേപത്തെ ആകർഷിക്കുകയും ഒക്കെ ചെയ്തൊരു ഓഹരി കൂടിയാണ് BML എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ പരിശോധിക്കുമ്പോൾ കഴിഞ്ഞൊരു വെള്ളിയാഴ്ചയും ഒരു ബിയറിഷ് സെന്റിമെന്റ്സ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. സോ BML ഉള്ള അനലിസ്റ്റുകളുടെ ഒരു വിലയിരുത്തൽ എന്താണ് സഫാൻ? ഈ ഒരു ഓഹരിയെ ടെക്നിക്കൽ സ്റ്റേറ്റ് നോക്കുകയാണെങ്കിൽ ഒരു സെൽ ഓഫ്, ഹയർ ലെവലിൽ വോളിയം ബേസ്ഡ് സെൽ ഓഫ് ആണ് കാണാൻ സാധിക്കുന്നത്. 29th സെപ്റ്റംബറിൽ ഒരു സപ്പോർട്ട് സോണായി ആക്ട് ട്രൈ ചെയ്തെങ്കിൽ പോലും ആ ലെവലിൽ ഹോൾഡ് ചെയ്യാൻ ഈ ഒരു ഓഹരിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഹയർ ലെവലിലെല്ലാം റിജക്ഷനും അതിന് സെൽ ഓഫുമാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ഡിഫൻസ് ഇൻഡെക്സിൽ സൂചിപ്പിച്ച പോലെ തന്നെ മേ ബി ഒരു റേഞ്ച് കൺസോൾട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. 2205 എന്ന ലെവൽ മറികടന്നാൽ മാത്രമേ ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവൂ. അല്ലാത്ത പക്ഷം മോർ കറക്ഷൻ പോസിബിലിറ്റി എന്നതാണ് എക്സ്പെർട്ട് ഒപ്പീനിയൻ. കാരണം റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം നെഗറ്റീവ് ആയിട്ടാണ് ഈ ഒരു സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്.
ഡിഫൻസ് ഇൻഡെക്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിനെ മാറ്റി നിർത്തി സംസാരിക്കാൻ സാധിക്കില്ല. സോ കൊച്ചിൻ ഷിപ്പ്യാർഡിലേക്ക് കൂടിയാണ് വരുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഈ മാർക്കറ്റ് പ്ലസിൽ സെഷനിൽ തന്നെ പ്രദീപ് സാർ അടക്കം പലതവണയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ 3 ഷിപ്പ് ബിൽഡിങ്ങിൽ പ്രധാനപ്പെട്ട 3 ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ടെക്നിക്കലി അത്ര സൗണ്ട് ആയിട്ടൊരു പൊസിഷനിലല്ല കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരികൾ നിലനിൽക്കുന്നതെന്ന്. ഏകദേശം ഒരു സെപ്റ്റംബർ മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും വളരെ റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള കൺസോൾഡേറ്റഡ് ആയിട്ടൊരു മൂവ്മെൻ്റ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണുന്നത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള അനലിസ്റ്റുകളുടെ ഒരു വ്യൂ എന്താണ് സഫാൻ? അനിൽ സൂചിപ്പിച്ച പോലെ തന്നെ ടെക്നിക്കലി വീക്ക് സ്റ്റേറ്റിലാണ് ഈ ഒരു ഓഹരി ട്രേഡ് ചെയ്യുന്നത്. ഇമ്പോർട്ട് ലെവൽ അതായത് 1764 എന്ന ലെവലും കൈവിടുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡിനെയാണ് റീസെൻ്റ്ലി കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. 6 നവംബറിലെല്ലാം നല്ലൊരു സെൽ ഓഫ് ഈ ഒരു ഓഹരിയിൽ ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു ഓഹരിയിൽ ഇനി അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യണമെങ്കിൽ 1764, 1880 ഇതെല്ലാം ഒരു ഹൈ റിജക്ഷൻ സോണായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു റെസിസ്റ്റൻസ് എല്ലാം മറികടന്നാൽ മാത്രമേ ഒരു പോസിറ്റിവിറ്റി എക്സ്പെക്ട് ചെയ്യാവൂ. കറൻ്റ്ലി വോളിയം നമുക്കൊരു നെഗറ്റീവ് ഇൻഡിക്കേഷൻസ് ആണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ബിയറിഷ് ഫേസിലുള്ള റേഞ്ച് കൺസോൾട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആവണമെങ്കിൽ 1887 എന്ന ലെവൽ മറികടക്കണം എന്നാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. അടുത്തതായിട്ട് ഇൻട്രാഡേയിൽ വലിയ തോതിൽ വൊളറ്റാലിറ്റി റിഫ്ലക്ട് ചെയ്ത ഓഹരിയായിരുന്നു വെൽസ്പൺ കോർപ്പ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞൊരു ജൂൺ മാസം മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും വലിയ തോതിലൊരു വൊളറ്റാലിറ്റി ആയിരുന്നു കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒക്ടോബറിൻ്റെ ലാസ്റ്റ് വീക്ക് ആയപ്പോഴേക്കും വീണ്ടും വളരെ ശക്തമായിട്ടൊരു ബൈങ് ഇൻട്രസ്റ്റ് കടന്നു. ഏകദേശം ഒരു 5ഓളം സെഷൻസിൽ അല്ലെങ്കിൽ 6ഓളം സെഷൻ എടുത്ത ആ ഒരു മൂവ്മെൻറ്റ് നിലനിർത്തുന്നു. അതിനുശേഷം വീണ്ടും അവിടെ നിന്നൊരു സെല്ലിംഗ് പൊസിഷനാണ് നേരിട്ടിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻട്രാഡേ മാത്രം പരിശോധിക്കുമ്പോഴേക്കും 1.5% ഒരു നഷ്ടമാണ്, കൃത്യം 1.5% ഒരു നഷ്ടമാണ് വെൽസ്പൺ കോർപ്പിൻ്റെ ഓഹരികൾ നിലനിർത്തിയിരിക്കുക അല്ലെങ്കിൽ നേടിയിരിക്കുന്നത്. വെൽസ്പൺ കോർപ്പിലുള്ള അനലിസ്റ്റുകളുടെ ഒരു വ്യൂ എന്താണ്? സ്റ്റഡി പർപ്പസിനായി ഈ ഒരു സ്റ്റോക്കിനെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ അത്ര ഇൻട്രസ്റ്റിംഗ് ചാർട്ട് പാറ്റേൺ അല്ല. കാരണം ഹയർ ലെവലിലെല്ലാം വോളിയം ബേസ്ഡ് സെൽ ഓഫ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. 3 നവംബറിലെല്ലാം വോളിയം ബേസ്ഡ് സെൽ ഓഫ് 994 എന്ന ലെവൽ ഒരു ഹഡിലായി ആക്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. എന്നിരുന്നാൽ പോലും ഷോർട്ട് ടേം സപ്പോർട്ടായി 847 എന്ന ലെവൽ കൺസിഡർ ചെയ്യാവുന്നത്. റിലേറ്റീവ് സ്ട്രെങ്ത്തും ഇൻഡിക്കേഷൻസ് എല്ലാം നെഗറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കറൻറ്റ്ലി ഈ ഒരു ഓഹരിയിൽ മിസ്സായിട്ടുള്ളത് വോളിയം ബിൽഡപ്പ് ക്യാൻഡിൽസ് ആണ്. അപ്പോൾ വരും സെഷൻസിൽ ആ ഒരു വോളിയം പ്രോപ്പറായി വർക്ക് ചെയ്താൽ മാത്രമേ ഒരു അപ്സൈഡ് റാലി എക്സ്പെക്ട് ചെയ്യാവൂ. കറൻറ്റ്ലി ഒരു ടെക്നിക്കലി കൺസോൾട്ടേഷൻ ഫേസിലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് പറയാൻ സാധിക്കും. അടുത്തതായിട്ട് നമുക്ക് IPO പ്രൈമറി മാർക്കറ്റിൽ എത്തിയിട്ടുള്ള ചില ഓഹരികളിലേക്ക് വരാം. ആദ്യത്തേത് ലെൻസ്കാർട്ടാണ്. ലെൻസ്കാർട്ടിനെ സംബന്ധിച്ചിട്ട് പരിശോധിക്കുമ്പോഴേക്കും ഒരുപാട് അലിഗേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൊരു സെക്ടർ അല്ലെങ്കിൽ ഓഹരിയായിരുന്നു ലെൻസ്കാർട്ട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അവരുടെ വാല്യുവേഷനിലടക്കം പരിശോധിക്കുമ്പോഴേക്കും വലിയ തോതിൽ മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടെന്ന ആരോപണം ഉയർന്നൊരു ഓഹരി കൂടിയായിരുന്നു. ഈ ഓഹരിയെ സംബന്ധിച്ച് തുടക്കത്തിൽ വലിയ തോതിലൊരു ഒരു ഇൻട്രാഡേയിൽ വലിയൊരു മുന്നേറ്റം നടത്തിയിരുന്നുവെങ്കിൽ പോലും പിന്നീട് ഇങ്ങോട്ടേക്കുള്ളൊരു സെഷൻ നവംബറിലായിരുന്നു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു മാസത്തെ സെഷൻ പരിശോധിക്കുമ്പോഴേക്കും വളരെ വൊളറ്റൈലായിട്ടൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു മൂവ്മെൻ്റ് ആണ് ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കമ്പനി അവരുടെ നമ്പേഴ്സ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മികച്ച നമ്പേഴ്സ് തന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പല ബ്രോക്കിംഗ് ഫേമുകളും അതിനെ തുടർന്ന് ഓഹരിയുടെ ടാർഗറ്റ് വില 500 രൂപ എന്നൊരു നിലയിലേക്ക് അവർ ഉയർത്തുന്നൊരു സ്ഥിതി വരെ കാണുന്നുണ്ട്. സോ ലെൻസ്കാർട്ട് ഓഹരികളിൽ നമുക്കിപ്പോൾ നിയർ ടേമിൽ പരിശോധിക്കുമ്പോൾ ടെക്നിക്കലി എങ്ങനെയാണ് നിൽക്കുന്നത്? എക്സ്പേർട്സിൻ്റെ ഒരു വ്യൂ എന്താണ്? അനില, ലാസ്റ്റ് ഡേ മാർക്കറ്റ് ഫിനാലയിൽ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടെക്നിക്കലി ഒരു ബേസ് ഫോർമേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. അതായത് റീസെൻ്റ്ലി IPO ലിസ്റ്റ് ചെയ്ത സ്റ്റോക്കാണ്. 17 തന്നെ നവംബറിലാണ് ലിസ്റ്റിങ്ങിന് ശേഷം ഒരു സ്ട്രോങ് വോളിയം ആക്ഷൻ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഹൈ ആയ 437 എന്ന ലെവൽ ഒരു ഹഡിലായി ആക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു വോളിയം ബിൽഡപ്പ് ക്യാൻഡിലായ 17 നവംബറിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എക്സാക്ട് ലെവൽ നോക്കുകയാണെങ്കിൽ 437 എന്ന ലെവലിന് മുകളിൽ ഒരു സ്ട്രോങ് ക്ലോസിംഗ് ലഭിക്കുകയാണെങ്കിൽ മേ ബി ഒരു മൊമെൻറ്റം ബസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കറൻറ്റ്ലി ഈ ഒരു ബേസ് ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. ഷോർട്ട് ടേം സപ്പോർട്ടായി 395 എന്ന ലെവൽ കൺസിഡർ ചെയ്യാമെന്നാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് PSP പ്രൊജക്റ്റ് എന്നൊരു ഓഹരിയിലേക്കാണ് വരുന്നത്. PSP പ്രൊജക്റ്റിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും കഴിഞ്ഞ ദിവസം 4% മുകളിലൊരു നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. നവംബറിൽ ഒരു വൊളറ്റൈലായിട്ടൊരു സെഷനാണ് പൊതുവേ നമുക്ക് കാണാനും സാധിച്ചിട്ടുണ്ടായിരുന്നത്. സോ PSP പ്രൊജക്റ്റിലുള്ള അനലിസ്റ്റുകളുടെ ഒരു ടേക്ക് എന്താണ്? ഈ ഒരു ഓഹരിയെ സംബന്ധിച്ചിടത്തോളം റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡിക്കേഷൻസ് എല്ലാം പോസിറ്റീവായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. റീസെൻ്റ്ലി ഈ ഒരു ഓഹരിയിൽ നമുക്ക് സ്ട്രോങ് എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റ് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ
ഈ ഒരു ഓഹരിയിൽ ഫോം ചെയ്തത് 27 ഒക്ടോബറിലല്ല, സ്ട്രോങ് മൊമെൻറ്റം ക്യാനിലാണ് ഫോം ചെയ്തത്. എന്നിട്ട് ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്യുന്ന PSP പ്രൊജക്ട്സിനെയാണ് കാണാൻ സാധിക്കുന്നത്. 839 എന്നത് നിയർ ടേം ഒരു സ്ട്രോങ് ഡിമാൻഡ് സോണായി, ഇത് സ്ട്രോങ് സപ്പോർട്ട് സോണായി ആക്ട് ഉള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. റീസെൻ്റ്ലി മാർക്കറ്റിൽ ഒരു സെൽ ഓഫ് നടന്നപ്പോൾ ഈ ഒരു ഓഹരി സസ്റ്റെയിൻ ചെയ്യുകയാണ് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 839 എന്നത് നിയർ ടേം സ്ട്രോങ് സപ്പോർട്ട് സോണായി ആക്ട് ഉള്ള ഒരു പോസിബിലിറ്റിയും ഉണ്ട്. ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഫൈനലി നമുക്ക് ഷോ വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് അവസാനമായിട്ട് IT സെക്ടറിലേക്ക് കൂടി ഒന്ന് വരേണ്ടത്. IT സെക്ടറിനെ സംബന്ധിച്ചിട്ട് ഇനി വരുന്ന ഇന്ത്യൻ റാലിയിലെ ഒരു ഡാർക്ക് ഹോഴ്സ് സെക്ടറായിട്ടാണ് പല അനലിസ്റ്റുകളും വിലയിരുത്തിയിട്ടുണ്ടായിരുന്നത്. IT സെക്ടറിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ വെള്ളിയാഴ്ച ഒരു ഫ്ലാറ്റിഷ് ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. സോ IT സെക്ടറിലുള്ള ഒരു ഓവറോൾ വ്യൂ എന്താണ് സർ? IT സെക്ടർ കറൻ്റ്ലി ഒരു റാലി അറ്റംപ്റ്റ് ഫേസിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. നമുക്കറിയാം റേഞ്ച് കൺസോളിഡേഷൻ ഫേസിൽ നിന്ന് 10th നവംബറിലാണ് ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ഫോം ചെയ്തത്. അതിനെ തുടർന്ന് കണ്ടിന്യൂസ് ഹയർ ഹൈ ആണ് ഈ ഒരു ഇൻഡെക്സിൽ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിന്നെ HCL ടെക് പോലുള്ള ഓഹരികളിലെല്ലാം റീസെൻ്റ്ലി നമുക്ക് മൊമെൻറ്റം കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ആണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്. നമ്മളുടെ ഇന്നത്തെ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനുള്ളൊരു സമയമായിരിക്കുകയാണ്. ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. യാതൊരു തരത്തിലുള്ള സ്റ്റോക്ക് റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അല്ല നൽകിയിരിക്കുന്നത്. നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസിന് ശേഷം മാത്രം നടത്തുക. അല്പസമയത്തിനകം മാർക്കറ്റിൻ്റെ കൂടുതൽ ഓപ്പണിംഗ് ഡീറ്റെയിൽസുമായിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ കാണാം. സ്റ്റേ ട്യൂൺഡ്. Market Plus, sponsored by DBFS, Associate of Doha Bank.